നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ICCക്ക് വലിയ നഷ്ടമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ബംഗ്ലാദേശിന് 8ന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. വലിയ സാമ്പത്തിക നഷ്ടം ഇത് കാരണം അവർക്ക് നേരിടേണ്ടതായി വരും. ലോകകപ്പ് ബഹിഷ്കരിക്കുകയെന്ന കടുപ്പമേറിയ തീരുമാനം ബംഗ്ലാദേശ് ഒടുവിലെടുത്തിരിക്കുകയാണ്. സർക്കാരുമായുള്ള അടിയന്തര ചർച്ചകൾക്കു ശേഷമാണ് ടൂർണമെന്റിൽ നിന്നും പിന്മാറുന്നതെന്ന് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് അറിയിച്ചത്. സുരക്ഷാ ഭീഷണി കാരണം ഇന്ത്യയിൽ കളിക്കാനാവില്ലെന്നും വേദി മാറ്റി നൽകണമെന്നുമായിരുന്നു അവരുടെ ആവശ്യം. പക്ഷേ ICC ഇത് തള്ളുകയും ചെയ്തു. ഇതോടെ ബംഗ്ലാദേശിനു പകരം അവരുടെ ഗ്രൂപ്പിലേക്ക് പകരക്കാരായി മറ്റൊരു ടീമിനെ ഉൾപ്പെടുത്താനൊരുങ്ങുകയാണ് ICC. നേരത്തെ ലോകകപ്പിന് കളിച്ചിട്ടുള്ള സ്കോട്ട്ലാൻഡായിരിക്കും ഈ ടീമെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. ടൂർണമെന്റിന് യോഗ്യത നേടാൻ കഴിയാതെ പോയ ടീമുകളില് റാങ്കിങ്ങില് മുന്നിലുള്ളത് സ്കോട്ട്ലാൻഡായതിനാലാണ് അവരെ ICC പരിഗണിക്കുന്നത്. എന്നാൽ T20 ലോകകപ്പിൽ നിന്നും ബംഗ്ലാദേശ് പിന്മാറിയതുകൊണ്ട് ICCക്ക് വലിയ നഷ്ടമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ബംഗ്ലാദേശിന് 8ന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. വലിയ സാമ്പത്തിക നഷ്ടം ഇത് കാരണം അവർക്ക് നേരിടേണ്ടതായി വരും. ടൂർണമെന്റ് ബഹിഷ്കരിച്ചതിന്റെ പേരിൽ ബംഗ്ലാദേശിന്റെ നഷ്ടം 240 കോടിയോളം രൂപയാണ്. ഈ ടൂർണമെന്റിൽ കളിച്ചിരുന്നെങ്കിൽ ICC വരുമാനത്തിൽ നിന്നും അവർക്ക് ലഭിക്കേണ്ടിയിരുന്ന തുകയാണിത്. ഇതുമാത്രമല്ല, മറ്റു വഴികളിലൂടെയും ബംഗ്ലാദേശ് ക്രിക്കറ്റിന് കനത്ത നഷ്ടം നേരിടേണ്ടതായി വരും. ബ്രോഡ്കാസ്റ്റ്, സ്പോൺസർഷിപ്പ് എന്നിവ വഴിയുള്ള വരുമാനവും അവർക്ക് ലഭിക്കില്ല. വാർഷിക വരുമാനത്തിന്റെ ഏകദേശം 60% വരുമാനമാണ് ഈയൊരു വലിയ തീരുമാനം കൊണ്ട് മാത്രം ബംഗ്ലാദേശിന് നഷ്ടമാവാൻ പോകുന്നത്. ലോകകപ്പിൽ നിന്നുള്ള പിന്മാറ്റത്തോടെ ഇന്ത്യയുമായുള്ള അവരുടെ ക്രിക്കറ്റ് ബന്ധത്തിലും വിള്ളൽ വീഴും. ഈ വർഷം അവസാനം ബംഗ്ലാദേശുമായുള്ള പരമ്പരയും ഇതോടെ ഇന്ത്യ റദ്ദാക്കിയേക്കും. ഇതു കാരണം ഈ വർഷം കളിക്കുന്ന മറ്റ് 10 പരമ്പരകൾക്ക് തുല്യമായ സാമ്പത്തിക നഷ്ടമാണ് ബംഗ്ലാദേശിനുണ്ടാവുക. മാത്രമല്ല, ഭാവിയിൽ ബംഗ്ലാദേശുമായി ഒരു പരമ്പരയിലും കളിക്കാനും BCCI ഇനി തയ്യാറായേക്കില്ല. ഇത് അവർക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുകയും ചെയ്യും. ബംഗ്ലാദേശ് താരങ്ങളുടെ താൽപര്യം പോലും പരിഗണിക്കാതെയാണ് ഇത്തവണ T20 ലോകകപ്പിൽ കളിക്കേണ്ടെന്ന കടുപ്പമേറിയ തീരുമാനം ബംഗ്ലാദേശ് സർക്കാരും ക്രിക്കറ്റ് ബോർഡും ചേർന്നെടുത്തത്. ലോകകപ്പിൽ കളിക്കുന്നതുമായി ബന്ധപ്പെട്ട് കളിക്കാരുമായി ക്രിക്കറ്റ് ബോർഡ് ചർച്ച നടത്തിയിരുന്നു. ഇന്ത്യയിൽ കളിക്കാൻ തങ്ങൾ തയ്യാറാണെന്നായിരുന്നു അവർ അറിയിച്ചത്. പക്ഷേ ഇത് പരിഗണിക്കാതെയാണ് സർക്കാരുമായി ക്രിക്കറ്റ് ബോർഡ് ചർച്ച നടത്തിയത്. ഒടുവിൽ ടീമിനെ ഇന്ത്യയിലേക്ക് അയക്കേണ്ടതില്ലെന്ന തീരുമാനം സർക്കാരിന്റെ കായിക ഉപദേഷ്ടാവും നിയമോപദേശകനുമായ ആസിഫ് നസ്രുൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു.